ഹാഷ്മിനായിട്ട് ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റിങ്ങും ഇല്ല. നമ്മൾ കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും സൊസൈറ്റി അത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ല. കുറേ പേര് നല്ല രീതിയിൽ ഇത് പൊങ്കാലിടുന്നുണ്ട്. ഗവൺമെൻറ് ദന്ത കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. ലൈന, എന്തൊക്കെയുണ്ട് വിശേഷം? ആ ഇൻ്റർവ്യൂവിന് കണ്ട അതേ ഡ്രസ്സാണല്ലോ അമ്മ? അതെ, ആ ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ഇപ്പം എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് എന്താ തബ്ലക്കൊക്കെ ഒട്ടിച്ച് വെച്ച് നടക്കണേ, കളഞ്ഞുവിടുന്നു. തബ്ലക്കല്ല, ഇന്നലെ സർജറി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ വിശേഷം അടിപൊളിയായിട്ട് പോണു. പിന്നെ പുതിയ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ? ഞങ്ങളൊരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഇനിയിപ്പോൾ ന്യൂ ഇയർ ആണ് വരുന്നത്. അപ്പോൾ ജനുവരി തൊട്ട് തുടങ്ങണം എന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് പേർക്ക് ഒരു ഫോട്ടോഷൂട്ട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് പിന്നെ എൻ്റെ സർജറി ഒക്കെ കൂടെ ക്ലാഷാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ ഒരു റാമ്പിൽ ഫസ്റ്റായിട്ട് ഇറങ്ങുള്ളൂ. പിന്നെ ഹാഷ്മിയായിട്ട് കോൺടാക്ട് ഉണ്ടോ? ഹാഷ്മിനായിട്ട് ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റിങ്ങും ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, മേ ബി ഇനി കമ്പനി സ്റ്റാർട്ടാക്കുകയാണെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യും. ഞാനായിട്ട് ഇനി വീണ്ടും അവൻ്റെ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാക്കണ്ടല്ലോ കരുതി. പലരും അങ്ങനെ കണക്കാക്കുന്നത്. കാരണം ഞാനാണ് അവൻ്റെ. ഇല്ല, ആക്ച്വലി എനിക്കറിയാം ഞങ്ങൾ എന്തായിരുന്നു. പക്ഷേ എത്രയൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും സൊസൈറ്റി അത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ല. അതില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ കമ്പനി വേണ്ട എല്ലാം നിർത്താന്നുള്ള പ്ലാനായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഞാൻ ആലോചിച്ചു എല്ലാവരും തിരുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. ഫാമിലി സപ്പോർട്ടാണ്. അതെ അതെ അതെ, ഫാമിലിയുടെ സപ്പോർട്ട് നല്ലോണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കരുതി ഇനിയിപ്പോൾ ന്യൂ ഇയറാ വരുന്നത്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയൊരു പുതിയ ബിഗിനിങ്. അതെ, ഒരുപാട് സന്തോഷം. കുറേ പേര് തെറ്റിദ്ധരിച്ചു, കുറേ പേര് നല്ല രീതിയിൽ ഇത് പൊങ്കാലിടുന്നുണ്ട്. പക്ഷെ ആ പറഞ്ഞവർ തന്നെ മാറ്റിയും പറയുന്നുണ്ട്. അതൊക്കെ അറിയുമ്പോൾ സന്തോഷമുണ്ട്. കാരണം പലരും എന്താ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാണ്ടാണ്. സത്യത എന്ന് അറിയുമ്പോൾ അയ്യോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു. അത് അന്ന് അല്ലാണ്ട് അവരായിട്ട് യാതൊരു കോണ്ടാക്റ്റിങ്ങും ഇല്ല. ഇല്ല ഇല്ല ഇല്ല, ജസ്റ്റ് അവൻ എൻ്റെ ലൈവിൽ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, എല്ലാവരും വൈരാഗ്യമൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ആഡാക്കി, അല്ലാണ്ട് അവനായിട്ട് കോണ്ടാക്റ്റിംഗ് ഒന്നുമില്ല. ക്രിസ്മസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ആവാനോ ചാൻസ്. കാരണം അമ്മയുടെ സർജറി വരുന്നത് 18-ാം തീയതി ആ ഒരു ടൈമൊക്കെ ആവുന്നതാണ്. അപ്പോൾ മിക്കവാറും തിരുവനന്തപുരത്ത് ശ്രീചിത്ര തന്നെ ഭാഗത്തൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഷൂട്ടൊക്കെ ഡിലേ. അല്ലെങ്കിൽ പിള്ളേരൊക്കെ വെച്ച് ക്രിസ്മസ് ഷൂട്ടൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഇങ്ങനെ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി, ഞങ്ങൾക്കും ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ പലരും ഈ കളറ് ഒക്കെ പേരിൽ ഇപ്പോഴും എന്താ പറയുക ഒന്നിലേക്ക് ആക്റ്റീവ് ആവാണ്ട് നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ എന്നെ കണ്ടിട്ട് ഭയങ്കര നല്ല പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നോക്കുക, മറ്റുള്ളവർ പറയുന്നത് പലതും പറയും. ഇപ്പം ഞാൻ തന്നെ പലതും കേട്ടോണ്ട്. കാരണം ട്രീറ്റ്മെൻ്റ് ആയിട്ട് ക്ലിപ്പുണ്ട്, എന്നിട്ടും പലരും പറയുന്നത് ഇവള് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ആ ഒരു വിഷയം വന്നപ്പോൾ ആ പൈസ കൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതെന്നാണ് പലരും പറയുന്നത്. ആക്ച്വലി ഞാൻ ഗവൺമെൻറ് ദന്ത കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ്. മെയിൻലി എൻ്റെ രവി സാറും ഋഷി സാറും അവർ രണ്ടാളും നല്ല കെയർ കൊണ്ടാണ് ഞാൻ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇന്നതേ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ അതെ, ഞാൻ അല്ലെങ്കിൽ ഫുൾ ആക്റ്റീവ് തന്നെ. ഇല്ല, ഇപ്പൊ കുറച്ച് ഡിപ്രഷനിലായിരുന്നു. കാരണം ഇങ്ങനെ എല്ലാവരും ഹേറ്റ് കമന്റ്സ് ഒക്കെ പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് എത്രയൊക്കെ നമ്മൾ പോസിറ്റീവാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒക്കെ കണ്ടത് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെ, പഴയതുപോലെ സ്ട്രോങ്. ഓ താങ്ക് യു.